Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Neela Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വീൽസ്. സ്വയം വേദനിച്ചാലും മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചില മൗനങ്ങൾ പലപ്പോഴും നല്ലതാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് അടുത്തറിയാമിൻ്റെ പുതിയ സെഗ്മെന്റ് എത്തി നിൽക്കുന്നത് കൊച്ചിയിലുള്ള പറക്കാട് ജ്വല്ലേഴ്സിലാണ്. സോ ഇതിൻ്റെ MD ആയിട്ടുള്ള പ്രീതി മാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. പറക്കാട് ജ്വൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥാപനമാണെന്ന് കരുതുന്നു. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 35 വർഷമായി ജ്വല്ലറി മേഖലയിൽ. നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് ഗോൾഡ് ജ്വല്ലറിയിലായിരുന്നു 916. പിന്നീടാണ് നമ്മൾ ഒരു പുതിയ ആശയം കണ്ടെത്തുകയും അതിൽ കൂടെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ എല്ലാം ഒടുവിലായിട്ട് 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന ആശയവുമായിട്ട് വീണ്ടും പുതിയൊരു മേഖലയിലേക്ക് കടന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല, യഥാർത്ഥത്തിൽ എൻ്റെ ഹസ്ബൻഡ് പ്രകാശ് പറക്കാട്ടാണ് മെയിനായിട്ട് ഈ ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നു. കാരണം ഞങ്ങൾക്ക് തുടക്കകാലത്ത് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കാലടി, ശ്രീമൂലനഗരം എന്നിങ്ങനെ 2 സ്ഥലങ്ങളിൽ 2 ബ്രാഞ്ചസ് ആയിട്ട്. അപ്പോൾ അവിടെ വരുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ് ഒരുവിധം ഒരു മിഡിൽ ക്ലാസ് ആളുകളായിരുന്നു നമ്മളുടെ കൂടുതലും കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നെക്ലേസ് വാങ്ങാനായിട്ട് വരുന്നു. അവർക്ക് ചിലപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അവരുടെ ബഡ്ജറ്റിന് ചിലപ്പോൾ അത്രയും പവൻ വാങ്ങാനുള്ള ഒരു, അല്ലെ അത്രയും സ്വർണം, അത്രയും വെയിറ്റ് വാങ്ങാനുള്ള ഒരു സാമ്പത്തികം ചിലപ്പോൾ അവരെ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ആഗ്രഹമുണ്ട് വാങ്ങണമെന്ന്, പക്ഷേ എല്ലാവർക്കും നടക്കില്ല. കാരണം സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ, അന്ന് നമ്മൾ 1 ഗ്രാമൊക്കെ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു ഗ്രാമിന് എനിക്ക് തോന്നുന്നത് ഏകദേശം 350 രൂപയൊക്കെ വിലയുള്ള സമയമാണ്. ഇന്നിപ്പം തങ്കത്തിൻ്റെ വില 10,000-ന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് 350 രൂപ, വെറും 350 എന്ന് ഇപ്പം നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് 350 എന്ന് പറഞ്ഞാൽ അതും ജനങ്ങൾക്ക് അത്രയും എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഇഷ്ടപ്പെട്ട ഒരു ആഭരണം വാങ്ങാൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് പവനോ തൂക്കോ കുറച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയം, സാധാരണക്കാർക്ക് അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എന്നാൽ ക്വാളിറ്റിയോടുകൂടി കോൺഫിഡൻസോടുകൂടി ഉപയോഗിക്കാവുന്ന മറ്റൊരിടത്തുനിന്നും ലഭ്യമല്ലാത്ത ഒരു പുതിയ വെറൈറ്റി കളക്ഷൻ ഓഫ് ജ്വല്ലറീസ്. അപ്പോൾ അങ്ങനെ ഒരാശയം, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ ഒരു പറക്കാട്ടിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം വന്നത്. അപ്പോൾ തുടക്കം നമ്മൾ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളും അതിനുശേഷം നമ്മളുടെ കസ്റ്റമേഴ്സിന് തന്നെ, അല്ല നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഗോൾഡ് ലെയേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലേറ്റിംഗ് അല്ല, ദിസ് ഇസ് ഗോൾഡ് ഫോമിംഗ് എന്ന് പറയും. മറ്റത് ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇത് ഗോൾഡ് ഫോമിംഗ്. ഒരു ജർമ്മൻ, ഇറ്റാലിയൻ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പല കോമ്പോസിഷൻസും ഇങ്ങനെ 2 ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംയോജിപ്പിച്ച് നമ്മളുടേതായ ഒരു പുതിയ പ്രൊഡക്റ്റ്. തുടക്കം നമ്മൾ വെള്ളിയിൽ മാലകളും വളകളും ലെഗ് ചെയിൻ അങ്ങനെയുള്ള ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കി അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് ടൈപ്പ് ലൈറ്റ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷനും ഒപ്പം ഇറങ്ങിയത് ഫൈബറിൽ ഉണ്ടാക്കിയിട്ട്, അതായത് മോൾഡ് ചെയ്തിട്ട് അതിന് മേതെ തങ്കം, നമ്മുടെ മേക്കാമ പോലെ തോടയൊക്കെ ഇല്ലേ പഴയ അമ്മമാർ ഉപയോഗിക്കുന്ന അതുപോലെ നമ്മളുടെ ഈ ഒരു ഫൈബറിൻ്റെ മീതെ ഗോൾഡ് ലെയർ ചെയ്തിട്ട് ഒരു നല്ല തിക്നെസ്സിൽ ഗോൾഡ് ലെയർ ചെയ്തിട്ട് ഒരു ഓർണമെൻറ്റ് ആദ്യം ഇറക്കി.
അതിനുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ജ്വല്ലറികളിലൊക്കെ പണ്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് മെയിൻ ഗോൾഡ് ജ്വല്ലറീസിലൊക്കെ വന്നിരുന്നു, ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിലൊക്കെ വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അപ്പം ഇതെനിക്കിഷ്ടമായി, ഒന്ന് ഊരി തരുമോ എന്ന് ചോദിച്ച് നമ്മൾ ഊരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ആ ഒരു എന്താ പറയുക, അത്രയും ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. കാരണം 5 പവനാണെന്നും പറഞ്ഞ് ഊരി കൊടുത്തിട്ടുണ്ട്, എടുക്കുമ്പോൾ അതിന് 1 പവൻ്റെ പോലും വെയിറ്റ് കാണില്ല. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അതിലൂടെ സിൽവറിൽ ഗോൾഡ് ഫോമിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കട്ടിയിൽ തിക്നെസ്സിൽ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ പരീക്ഷണം നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമ്മളുടെ ഗോൾഡ് ജ്വല്ലറി കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തുടക്കം നമ്മളെ എക്സിബിഷനുകളിൽ കൂടിയായിരുന്നു. എറണാകുളം, കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കോട്ടയം, അങ്ങനെ പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എക്സിബിഷനോടുകൂടി ആരംഭിച്ചു. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ എക്സിബിഷൻ നടത്തിയോ അത് എല്ലാം വിജയമായിരുന്നു. മഹാത്ഭുതം എന്ന് പറയുന്ന പോലെ അത് വലിയ വിജയമായി തീർന്നു. വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം പതുക്കെ ഓരോ ബ്രാഞ്ചസ്, അങ്ങനെയായിരുന്നു പറക്കാട്ട് ജ്വല്ലറിയുടെ ഒരു വളർച്ച. ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിനും തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, അതുപോലെ തന്നെ ഹൈദരാബാദ്, അങ്ങനെ മലേഷ്യ, ദുബായ്, അതുപോലുള്ള പുറം രാജ്യങ്ങളിലും എല്ലാം ആയിട്ട് ഏകദേശം 35 വർഷം കൊണ്ട് നമ്മളൊരു 135ഓളം ഷോറൂമുകളുമായിട്ട് ഇന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പറക്കാട്ട് ജ്വൽസിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വർണത്തിന് തുല്യമായി ഉപയോഗിക്കാവുന്ന അതേ രീതിയിലുള്ള സ്റ്റോൺസും അതിൻ്റെ ഫിനിഷും, പിന്നെ റിയൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പ്രത്യേക ലോഹ കൂട്ട്, വെള്ളിയും ചെമ്പും എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേക ആയിട്ടുള്ള ഒരു രീതിയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്വർണത്തിൻ്റെ ഒരു വിലക്കൊതുപ്പിൽ ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരുപാട് ജനങ്ങൾക്ക്, അല്ലെ ഒരുപാട് ബ്രൈഡ്സിന്, ഒരുപാട് കസ്റ്റമേഴ്സിന്, ഒരുപാട് സ്ത്രീകൾക്ക് എല്ലാം ആശ്വാസമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറക്കാട്ടിനിപ്പം ജ്വല്ലറി സെക്ടർ മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിലുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാർ നമുക്ക് പറക്കാട്ട് നേച്ചർ റിസോർട്ട് എന്ന് പറയുന്ന മൂന്നാറിലെ ദി ബെസ്റ്റ് ലക്ഷൂറിയസ് റിസോർട്ടായിട്ട് ഏകദേശം 110 റൂമോടുകൂടി നല്ല രീതിയിൽ ഒരു സംരംഭം കൂടിയുണ്ട്. പിന്നെ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇന്ത്യയിലെ ഇനിയിപ്പം മറ്റ് പ്രമുഖമായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാ സെക്ടറുകളിലെയും എയർപോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ മുംബൈ, ഡൽഹി, അങ്ങനെയുള്ള മേജർ സിറ്റീസിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പറക്കാട്ട് ജ്വൽസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറക്കാട്ടിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഓർണമെൻറ്റ്സിനും നമ്മൾ സർവീസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം സർവീസ്, പെയ്ഡ് സർവീസും ഉണ്ട്, 2 ഇയറിനുള്ളിൽ ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ 50% എടുത്ത ആഭരണങ്ങൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വാങ്ങാനുള്ള ഒരു ഓപ്ഷനുണ്ട്. 1 ഇയറിനുള്ളിൽ 50%, 2 ഇയറിനുള്ളിൽ 40%, 3 ഇയറിനുള്ളിൽ 30%. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ലൈഫ് ടൈം നമ്മൾക്ക് ഒരു 20% മാറ്റിയെടുക്കാവുന്ന ഒരു ഓപ്ഷനുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും. പിന്നെ മണി ബാക്ക് ഉണ്ട്. അങ്ങനെ അപ്പം മണി ബാക്ക്, എക്സ്ചേഞ്ച് സർവീസ്, ആയുഷ്കാല സർവീസ്, ഇതെല്ലാം പറക്കാട്ടിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സിനും ലഭ്യമാണ്. ഇപ്പം ഞാനിവിടെ ഉള്ളത് എറണാകുളത്ത് വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഷോറൂം ഒരു ബ്രൈഡൽ ഹബ്ബ് എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോറിൽ നമ്മൾ ഡെയിലി വെയർ ഓർണമെൻറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നാടും ബാക്കി എല്ലാ കളക്ഷൻസും, നെക്ലേസസും ഡെയിലി വെയർ ആയിട്ടുള്ള ബാംഗിൾ റിങ്സ്, സ്റ്റഡ്, എല്ലാ ആഭരണങ്ങളും ഉണ്ട്. അതുകൂടാതെ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൽ
റെൻ്റൽ ജ്വല്ലറി കളക്ഷൻസും ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ ഒരു മാറി വരുന്ന ഒരു സങ്കല്പത്തിൽ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ബ്രൈഡ്സിനൊന്നും ആണെങ്കിലും അവരൊന്നും പിന്നീട് ഗോൾഡ് ഉപയോഗിക്കില്ല. ഇനിയിപ്പോൾ ഈവൻ ചിലർ പറക്കാട്ട് ജ്വല്ലറിയുടെ ഓർണമെൻറ്റ്സ് പോലും ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. അവരൊക്കെ ഇപ്പോഴത്തെ ഒരു കോസ്റ്റ്യൂമിനനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് 1 ഡേ യൂസിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജ്വൽസിൻ്റെ അത്രയും ഫിനിഷുള്ള 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ റെൻ്റൽ ഓപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ റെൻ്റൽ കളക്ഷൻ എന്ന് പറയുമ്പം അതൊന്നും വലിയൊരു ബഡ്ജറ്റിൽ തൊട്ട് വരുന്നതല്ല. പറക്കാട്ട് ജ്വല്ലറിയുടെ എക്കണോമിക് കളക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവ ശരിക്കും പറഞ്ഞാൽ 100 രൂപ തൊട്ട് തുടങ്ങിയിട്ട് 100 രൂപ അതിലും താഴെ തൊട്ട് തുടങ്ങിയിട്ട് നമ്മൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാവുന്ന വളകളും നെക്ലേസുകളും തൊട്ട് തുടങ്ങിയിട്ട് നമ്മുടെ കളക്ഷൻസിലുണ്ട്. സോ അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ദേവിക സൈനിങ് ഓഫ്. വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ വാഗ്ദാനങ്ങളുമായി ഒരുപാട് പേര് വരും. ബട്ട് ഈ കാര്യത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രം. റാഫേൽ സിൽവർ വിങ്സ്. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം IMA ഹൗസിലാണ്. സോ എല്ലാവർക്കും IMA ഹൗസ് അറിയാമായിരിക്കും. ഇവിടുത്തെ നില റെസ്റ്റോറൻറ്റിലാണ് ഇന്നുള്ളത്. സോ നിലയെ പറ്റി പറയുവാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വേറെ വർഷങ്ങളായിട്ട് നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത് തന്നെ പുതിയൊരു റെവല്യൂഷൻ സൃഷ്ടിച്ച ആൾക്കാരാണ് നില എന്ന് പറയുന്നത്. സോ ഇന്ന് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നില കാറ്റേഴ്സിൻ്റെ അടുത്താണ്. സോ നില കാറ്റേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷ് കുമാർ സാറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. 1993 മുതൽ നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത്, അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ഒരു വാക്യം കുറച്ചുകൂടെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളുടെ കാറ്ററിംഗ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ് നമ്മുടെ നില കാറ്റേഴ്സ് എന്നുള്ളത്. സോ തീർച്ചയായിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ജേർണിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? നില കാറ്റേഴ്സ് അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് 1993-ലാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ കേരളത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്നത് ഒരു ടീ പാർട്ടി കൺസെപ്റ്റായിരുന്നു. അതിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലൈവ് കുക്കിംഗ് പോലെയുള്ള സെക്ടറിലേക്ക് കാറ്ററിംഗ് മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്ന നില കാറ്റേഴ്സാണ്. നില കാറ്റേഴ്സ് ആരംഭിക്കുന്നത് ഇതിൻ്റെ 5 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഓണേഴ്സാണ്. അതിൽ മുസ്തഫ സാർ, CP ഉസ്മാൻ, ഉണ്ണികൃഷ്ണൻ, പിന്നെ B ഉണ്ണികൃഷ്ണൻ, ഷൺമുഖേട്ടൻ, ഇവരായിരുന്നു ഇതിൻ്റെ 5 പില്ലേഴ്സ്. അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നമ്പർ 1 നിൽക്കുന്ന നില കാറ്റേഴ്സ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയിത്തീർന്നതല്ല. കാലാകാലങ്ങളിൽ കാറ്ററിംഗ് മേഖല വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നില അതിൻ്റെ യാത്ര തുടരുന്നത്. ഇന്ന് തമിഴ്നാട്, കേരള, കർണാടകയിലായി എല്ലാ സ്ഥലങ്ങളിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് നില കാറ്റേഴ്സ്. നമുക്ക് ഒരേ ദിവസം തന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട്
ഏകദേശം 1,00,000-ഓളം ആൾക്കാരെ അറ്റ് എ ടൈം കാറ്ററിംഗ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇന്ന് നിലക്കുള്ളത്. സോ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ഫംഗ്ഷൻസിനും നില കാറ്ററിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ നില കാറ്റേഴ്സ് എന്നുള്ളത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ജൈത്ര യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട് അവൈലബിൾ ആണ്, ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്, ആൻഡ് അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നില കാറ്റേഴ്സ് ഒറ്റപ്പാലത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് നമുക്ക് റീജിയണൽ ഓഫീസുണ്ട്. തൃശ്ശൂർ നമുക്ക് റീജിയണൽ ഓഫീസുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നമുക്ക് ലുലുവിലൊരു ഫുഡ് കോർട്ടുണ്ട്. അതുപോലെ എറണാകുളത്ത് നമ്മൾ IMA ഹൗസിൻ്റെ ഒരു ഒഫീഷ്യൽ കാറ്റേഴ്സാണ് നില കാറ്റേഴ്സ്. പിന്നെ KSINDCയുടെ നെഫ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വെസൽസ് ഉണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ ബാറും ഉൾക്കടലിൽ പോകുന്ന ഒരു വെസലാണ് നെഫ്രിറ്റി. അതിൽ ഒഫീഷ്യൽ കാറ്റേഴ്സ് നില കാറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെട്രോയിൽ നമ്മളൊരു ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ സിയാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ, നെടുമ്പാശ്ശേരി സിയാലിൻ്റെ ഓണർഷിപ്പിലുള്ള സിയാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ഇപ്പം നെക്സ്റ്റ് ഒരു 7 years വേണ്ടിയിട്ട് അതിൻ്റെ റൺ ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്ന നില കാറ്റേഴ്സാണ്. ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ പ്രോജക്റ്റാണ്. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നില കാറ്റേഴ്സ് കാറ്ററിംഗ് മേഖലയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാറ്ററിംഗ് എന്നുള്ള വേർഡിൽ മാത്രം അല്ല നില ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാവരും അവരുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്ത് പരിപാടിയാണെങ്കിലും ഏറ്റവും മനോഹരമാക്കണം എന്നാണ് വിചാരിക്കുന്നത്. സോ അതുപോലെ തന്നെ കാറ്ററിംഗിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന ഒന്നാണ് ഫുഡ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് എല്ലാവരും വിചാരിക്കുന്നത്. സോ എന്തുകൊണ്ട് നിലയെ ചൂസ് ചെയ്യണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്? നിലയെ സംബന്ധിച്ചിടത്തോളം കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബിസിനസ് മാത്രമല്ല. അത് കാര്യം കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുടുംബത്തിൽ ഒരു കല്യാണം അവർക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 2-3 ഫംഗ്ഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അവർ വിളിക്കുന്ന ഒരു 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 ക്ലയൻസ് ഗസ്റ്റുകൾ അതിഥികൾ, അവർക്ക് 2000 പേരെ ഒരേ സമയത്ത് അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാനോ അവർക്ക് ഫുഡ് കൊടുക്കാനോ അവർക്ക് ആതിഥ്യം നൽകാനോ സാധിക്കില്ല. ആ ഒരു സ്വപ്നമാണ് അവർ ഒരു 3 മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ 4 മണിക്കൂറത്തേക്കോ നിലയെ ഏൽപ്പിക്കുന്നത്. അവരുടെ ആബ്സെൻസിൽ അവർക്ക് വരുന്ന ഓരോരുത്തർക്കും അവരെങ്ങനെയാണോ പിന്നെ അവർ റിസീവ് ചെയ്യുന്നത്, അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്, ഫുഡ് കഴിപ്പിക്കുന്നത്, അതാണ് നില ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിലയെ ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള കോൺഫിഡൻസ് എപ്പോഴും കൂടി നിൽക്കുന്നത്. കാര്യം ഗസ്റ്റുകളുടെ ഫാമിലി അവരെങ്ങനെ ഓരോരുത്തരെയും അവർ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് നില അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഓരോ ഗസ്റ്റുകൾക്കും ആ അതിഥേയരുടെ വീട്ടിൽ വന്ന ഒരു ഫീലാണ് നില അവർക്ക് കൊടുക്കുന്നത്. അത് വയറു നിറയെ ഫുഡും ടേസ്റ്റി ഫുഡും നല്ല സർവീസും. അതുകൊണ്ടാണ് നില എപ്പോഴും കേരളത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. സോ നമ്മൾ നില ചെയ്തേക്കുന്ന ഒരു റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്സ്, ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്സ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള എത്രയും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറയാം. നില കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് ഇഷ്ടംമാതിരി കോർപ്പറേറ്റ് ഇവൻസുകൾ ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ഇവൻസുകൾ അല്ല IT മേഖലയിലെ ഫങ്ഷൻസുകൾ, പിന്നെ അതിനൊക്കെ ഉപരി വലിയ കോൺഫറൻസുകൾ, മെഡിക്കൽ കോൺഫറൻസുകൾ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മെഡിക്കൽ കോൺഫറൻസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇവൻറ്റ്സ് കേരളത്തിലെ പ്രമുഖരായ എല്ലാ ആൾക്കാരുടെയും ഫാമിലി ഫങ്ഷൻസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നില തന്നെയാണ്. അത് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മീറ്റിങ്ങുകൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ പ്ലീനറി കോൺഫറൻസുകൾ, അതൊക്കെ നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്ത ഫങ്ഷൻസുകളാണ്. ഇപ്പോഴും ഇനിയും അങ്ങനെ ഇഷ്ടംമാതിരി ഫങ്ഷൻസ് നമുക്ക് ഇപ്പോഴും കമ്മിറ്റഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഇഷ്ടംമാതിരി അവാർഡുകളും അവാർഡുകളും നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല ഇന്ത്യയിലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ഇഷ്ടംമാതിരി അവാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നാഷണൽ ഗെയിംസ് കേരളത്തിൽ ഈ അവസാനമായി നമ്മൾ നാഷണൽ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണർ നിലയായിരുന്നു. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റിൻ്റെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണർ നിലയാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ ഇൻ്റർനാഷണൽ ക്രിക്കറ്റുകളുടെയും ഫുഡ് പാർട്ട്ണർ നിലയായിരുന്നു. അങ്ങനെ നമ്മൾ ദേശീയമായിട്ടും അന്താരാഷ്ട്രപരമായിട്ടും ഇഷ്ടംമാതിരി ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നില കാറ്റേഴ്സ് കൊടുക്കുന്ന എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത്? അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് നിലയിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേറ്ററിംഗ് മേഖലയിൽ ലൈവ് കുക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നില കാറ്റേഴ്സാണ്. നമുക്കറിയുന്നത് പോലെ ഒരു
ടീ പാർട്ടി കൺസെപ്റ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന ലൊക്കേഷനിൽ വെച്ച് ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആദ്യമായി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നിലയാണ്. ഇന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇഷ്ടംമാതിരി വെറൈറ്റി ഫുഡുകൾ, സീ ഫുഡ് നമ്മുടെ വളരെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പലതരത്തിലുള്ള സീ ഫുഡുകൾ, പല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല അറബിക് ഫുഡുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒതൻറ്റിക് കേരള ഡിഷസുകൾ, തനി നാടൻ ഫുഡുകൾ, വെൽക്കം ഡ്രിങ്ക് മുതൽ ഡെസർട്ട് വരെ നിളയുടെ ഒരു മെനുവിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാതിരിക്കില്ല. അതാണ് ജനങ്ങളെ നമ്മളെ കൂടുതലായിട്ടും അടുപ്പിക്കുന്നത്. ആ ഫുഡ് മെനുവിൻ്റെ സെലക്ഷൻ, മെനുവിൻ്റെ ചോയ്സ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് മെനുവാണ് നിള ചെയ്യുന്നത്. ഒരിക്കലും ഒരു ടൈപ്പ്ഡ് മെനുവിലേക്ക് നമ്മൾ പോകാറില്ല. അവർ ഗസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ മനസ്സിലെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ താല്പര്യങ്ങൾ എന്ന തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നില ഒരു മെനു പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആ ഒരു ഡിസ്കഷനിലൂടെ അത് പിന്നെ കസ്റ്റമേഴ്സിനും നമ്മൾക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വരുന്ന എല്ലാ ആൾക്കാരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെനുവിലേക്ക് നമുക്ക് അതുകൊണ്ട് മാറാൻ പറ്റും. അത് നിളയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആദ്യം വരുന്ന ഒരാൾക്കും, അതിലെത്ര വലിയ ഫംഗ്ഷനാണെങ്കിലും ചെറിയ ഫംഗ്ഷനാണെങ്കിലും അവസാനം വരുന്ന ആൾക്കും ഒരേ രീതിയിൽ ഫുഡിൻ്റെ ക്വാളിറ്റി ആ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിളയുടെ ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ഇന്നുവരെ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ലാതെ തന്നെ നമ്മുടെ ഇന്ത്യ ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് നില പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ബ്രാഞ്ചോ ഔട്ട്ലെറ്റോ ഇനി സ്റ്റാർട്ട് ആവാനായിട്ടുണ്ടോ? സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്ന് പറയാമോ? കേറ്ററിംഗ് മേഖലയിൽ കൂടുതൽ വ്യത്യസ്തമായ മേഖലകളിലേക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് നിളയുടെ ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിപ്പോൾ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്, കേരള, കർണാടക എല്ലാ സ്ഥലങ്ങളും വലിയ കോൺഫറൻസുകളും സോഷ്യൽ ഫംഗ്ഷൻസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വെഞ്ചർ സിയാൽ നിള ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ്. അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫെബ്രുവരി തൊട്ടിട്ട് നമ്മളാണ് നിള സിയാൽ കൺവെൻഷൻ സെൻ്റർ റൺ ചെയ്യുന്നത്. ഒരു 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പോകുന്ന ഓൺഗോയിങ് പ്രോജക്റ്റ്. പിന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ തനതായിട്ടുള്ള ഒരു ഓഫീസ് കോംപ്ലക്സ് ഒരു 1 year 1.5 year എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു കോംപ്ലക്സിൽ നമ്മൾ പ്ലാൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കാറ്ററിംഗ് രംഗത്ത് പുതിയൊരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്ന നില കാറ്റേഴ്സിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ, നമ്മളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. ഇന്ന് നില കാറ്റേഴ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടതും അറിഞ്ഞതും ഒക്കെ തന്നെ. സോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത സെഗ്മെന്റിൽ കാണാം. സോ ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്. ബൈ. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. സാധാരണ നമ്മൾ ഒരുപാട് ചെയിനുകൾ അല്ലെങ്കിൽ നെക്ലേസ്, ബാംഗിൾസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പരിചയപ്പെടുത്താറുള്ളത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കാലിലിട്ട് നടക്കുന്ന പാദസരമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പാദസരം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ പഴയ മുത്തൊക്കെ ഹാങ് ചെയ്തിട്ടുള്ള മുത്തരഞ്ഞാണം ചെയിനിലൊക്കെ വരുന്ന പാദസരം മനസ്സിൽ കാണും. ഇപ്പോൾ അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഇവിടെ മുത്തരഞ്ഞാണത്തിൻ്റെ ഞാൻ പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, മുത്തരഞ്ഞാണത്തിൻ്റെ പാദസരം ഇന്നിവിടെ എൻ്റെ സ്റ്റോക്കിലില്ല. കാരണം ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് സെയിലായി എന്ന് തോന്നുന്നു. അപ്പോൾ മുത്തരഞ്ഞാണം നമ്മളുടെ കയ്യിലുണ്ട്. 1 side വരുന്നതും 2 side വരുന്നതും അതിൽ ചെറിയ മുത്തുകൾ വെച്ചിട്ടുള്ള പാദസരമുണ്ട്. അങ്ങനെ ഏത് ഡിസൈൻസ് വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇതിനകത്ത് മീശമാധവൻ സ്റ്റൈലിലുള്ള പാദസരമുണ്ട്. പിന്നെന്താ പറയുക, എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മുടെ ചെങ്ങല ചെയിനിൽ വരുന്നതുണ്ട്. അതിൻ്റെയൊക്കെ വലിപ്പം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വർക്കുകളുണ്ട്. പിന്നെ ഇതായത് ഉണ്ടോ, നമ്മുടെ ബോംബെ ചെയിൻ അല്ല ഉർവശി ചെയിൻ എന്ന് പറയുന്ന മോഡലിൽ വരുന്നതുണ്ട്. ചെങ്ങല ചെയിനിൽ തന്നെ പലതരത്തിലുള്ള വലിപ്പത്തിലും വീതിയിലും. ഇപ്പം ഉർവശി അല്ലെ ബോംബെ ചെയിൻ എന്ന് പറഞ്ഞാലും 3 layer 4 layer 2 layer തൊട്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ലെയർ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഉർവശി ചെയിനിൽ വരുന്ന പാദസരങ്ങൾ. പിന്നെ ഒരുപാട് പരന്ന മോഡൽ പാദസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇവിടെ കണ്ടോ ഒരുപാട് ഡിസൈനുകളുണ്ട്. നമുക്ക് എല്ലാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് മോഡലുകളൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒക്കെ തന്നെ കുറച്ചുകൂടെ തിന്നായിട്ടുള്ള മോഡൽസ് ഇവിടെയുണ്ട്. പിന്നെ നമുക്കിതാ
പാസരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് ചെറിയ ബോക്സ് ചെയിനിൽ വരുന്ന തിന്നായിട്ടുള്ള പാസരങ്ങളുണ്ട്. ഇനി പരസ്പരം ചെയിനിൽ വരുന്ന ഇതേപോലെ ബോൾസൊക്കെ ഇട്ടിട്ട് വരുന്ന പാസരങ്ങളുണ്ട്. ബോക്സ് ചെയിനും ബോളും എല്ലാം കൂടെ വന്നിട്ട് വൈറ്റ് റോഡിയും എല്ലാം ചെയ്തിട്ട് വരുന്ന പാസരങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് റോഡിയും ചെയ്തതും അല്ലാതെയും എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. അത് വീതി കൂടിയതും കുറഞ്ഞതും വണ്ണം കൂടിയ ചെയിനും കുറഞ്ഞ ചെയിനും എല്ലാം വരുന്നുണ്ട്. ബേബി ലെഗ് ചെയിൻസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഒരുപാട് പേര് ഇതിപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റ്സിലും വരുന്നുണ്ട്, എന്നാൽ ലെഗ് ചെയിനിലും വരുന്നുണ്ട്. ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ ചെറിയ പെൻഡൻറ്റ് പോലെയൊക്കെ കൊടുത്ത് കുറച്ച് പേളൊക്കെ ഇട്ടിട്ടും പിന്നെ ഇതേപോലെ ഹാങ്ങിങ് ഇട്ടിട്ട് കുട്ടികൾക്കെന്ന് മാത്രമല്ല യൂത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ ബോക്സ് ചെയിനിലൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ റിയൽ പേളും ബ്ലാക്ക് ഒണിക്സും കൂടെ ഹാങ് ചെയ്തിട്ടുള്ള പെൻഡൻ്റായിട്ട് അല്ല നമ്മൾ ബ്രേസ്ലെറ്റായിട്ടും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലെഗ് ചെയിൻ ആയിട്ടും ചെയ്യുന്നുണ്ട്. ഈ മോഡൽസ് എല്ലാം അപ്പോൾ ഞാൻ കാണിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ബ്രേസ്ലെറ്റ് ആകുമ്പോൾ എനിക്ക് ഒരെണ്ണം അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതിയില്ല. അപ്പോൾ അതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പാറ്റേൺസ് എല്ലാം നമ്മുടെ ലെഗ് ചെയിനിൽ വരുന്നുണ്ട് കണ്ടോ. മൾട്ടി കളറായിട്ട് പേൾ, കോറൽ, ഗാർനെറ്റ്, ജേഡ് എല്ലാം ഹാങ് ചെയ്തിട്ട് ഇത് നെക്ലേസിൽ വരുന്നുണ്ട്, ബ്രേസ്ലെറ്റിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലെഗ് ചെയിനിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ട് പോകുന്നതാണ് നമ്മളുടെ കരിമണിയിലും ബോൾസും കൂടെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ലെഗ് ചെയിനായിട്ട് വരുന്നുണ്ട്, തള പോലെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ട്രെൻഡിയാണ് ഇപ്പോൾ ഇതേപോലുള്ള മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു നല്ലൊരു ട്രെൻഡി വർക്കാണ്. യൂത്ത് കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിൽ ചിലർ ഒരു കാലിൽ മാത്രമായിട്ട് പാസരം ഇടാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കണ്ടോ. സിമ്പിളായിട്ട് ഒരൊറ്റ സിംഗിൾ സ്റ്റോണൊക്കെ വെച്ചിട്ടും ഇതേപോലെയും വരുന്നുണ്ട്. നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. വലിയ ബോളുകളൊക്കെ ഇട്ടിട്ട് റോഡിയം വർക്കൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേണാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിയാണ് ഈവിളായി. അപ്പോൾ ഈവിളായിയുടെ ഒരു മോഡലുണ്ട്. അതുപോലെ ഒട്ടേറെ മോഡലുകൾ നല്ലൊരു ഇതുണ്ടോ, ഒരു ഉരുണ്ട ചെയിനിൽ വരുന്ന പൂക്കലക്കണ്ണി ചെയിനിൽ വരുന്ന മറ്റ് ഒരു നല്ല ഡിസൈനാണ്. ഒരുപാട് കളക്ഷൻസ് ഇതേപോലെ വേറെയും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം ഡെഫിനറ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ജുവൽസിൻ്റെ ഫിനിഷും ഭംഗിയും ഡിസൈൻസും കളക്ഷൻസും എല്ലാം കാണുക. കൂടാതെ നമ്മളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഐക്കോണിക് ഇൻവെസ്റ്റിംഗ് ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc, BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633 233 222. മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ പോലെ വെറും സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ ആവശ്യമായ ജോബ് റിക്രൂട്ടിംഗും ലീഗൽ സപ്പോർട്ടിംഗും സിൽവർ വിങ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. സോ ഫ്ലൈ വിത്ത് റാഫേൽ സിൽവർ വിങ്സ് ആൻഡ് ഫുൾഫിൽ യുവർ ഡ്രീംസ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇവിടെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള എല്ലാ വിശേഷങ്ങളും, എല്ലാ കുടുംബങ്ങളുടെ എല്ലാം വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. വരും.
എവിടെന്നാ വരുന്നത്? കാര്യമായിട്ട് ഇവിടെ ഇവിടെ തന്നെയാണ് അല്ലേ? പേരെന്താ? എൻ്റെ പേര് വിനോദ്. സൗമ്യ. വൈഫ്. പിള്ളേര്? ആദിത്യൻ. ആദിത്യൻ എന്ത് ചെയ്യുന്നു? പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? ITI ഫിക്സ്ഡ് ആണ് അല്ലേ? ഫോക്കസ്. ഹലോ, എന്താ പേര്? ദേവനന്ദ. ദേവനന്ദ എത്രയല്ലോ? 2ല്. ഏത് സ്കൂളിലാ? കല്ലറ. ഇപ്പൊ ഇവിടെ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ വരുന്നേ? ഓ. ഇഷ്ടപ്പെട്ടോ? ഏതിലൊക്കെ പോയി? വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് അതിൽ കയറി, ഡാഷിംഗ് കാറിൽ കയറി. ഇനി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് പോകണം. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് സർ? ഇല്ല, നമ്മൾ ഇത് 3ാമത്തെ തവണയാണ് വരുന്നത്. തേർഡ് ടൈം. യവൻ്റെ 3 വയസ്സിൽ വന്നതാണ്. പിന്നെ ഇപ്പോഴാണല്ലേ? അപ്പോ അപ്പോഴത്തേന്നും ഇപ്പോഴത്തേന്നുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇനിയിപ്പോ വന്ന് കണ്ടിട്ടൊക്കെ പറയാൻ പറ്റും. അങ്ങോട്ട് വന്നതേ ഉള്ളൂ. കയറി വന്നപ്പോ തന്നെ എന്താ തോന്നിയത്? കയറി വന്നപ്പോഴത്തേക്ക് നല്ല മാറ്റമുണ്ട്. അന്നത്തെക്കാട്ടി പഴയതിനെക്കാട്ടി നല്ല മാറ്റമുണ്ട്. പുതിയ റൈഡുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഒത്തിരി പുതിയ റൈഡ്സ് ഉണ്ട്, ഒത്തിരി വാട്ടർ പൂൾസ് ഉണ്ട്, വേവ് പൂൾസ് ഉണ്ട്. അപ്പോ കയറിയായിരുന്നോ ഡാഷിംഗ് കാറിലൊക്കെ? കാഴ്ചക്കാര്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചാലോ? കുസൃതി ചോദ്യമാണ്. അതെ, റെഡി അല്ലേ? ഓക്കെ. കരടിയിലുണ്ട്, കുതിരയിലില്ല. ഉഴുന്നിലുണ്ട്, ഉലുവയിലില്ല. ജനതയിലുണ്ട്, ജനങ്ങളിലില്ല. ചിന്തിക്കൂ. ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. ഉഴുന്നിലുണ്ട്, ഉലുവയിലില്ല. അപ്പൊ അത് ഫിക്സ്. ഇനി അടുത്തത് ജനതയിലുണ്ട്, ജനങ്ങളിലില്ല. കഴുത. വെരി ഗുഡ്. ആദ്യം ഡിയിൽ തുടങ്ങിയതാണ്. DC എന്നൊക്കെ പറഞ്ഞ അതില് കഴുതയില് ഡി എവിടെയാണ്? ഇല്ല. പിന്നീട് ആലോചിച്ചപ്പോ കിട്ടി. ഉത്തരത്തിലേക്ക് ചാടി വീടും. അപ്പൊ കഴുത കറക്റ്റ് ആണ്. ഞാൻ കുറച്ചു നേരം നിങ്ങളെ തന്നെ ചിന്തിച്ചു, അപ്പോഴെനിക്ക് പിടി കിട്ടി. അത് വേണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഗിഫ്റ്റ് തരാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പം വേണ്ടേ? തരുന്നില്ല. കഴുതയെന്ന് വിളിച്ചോണ്ടാ തരാം. ഇപ്പൊ ഹാപ്പി ലാൻഡിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അച്ഛന് കൊടുക്കണോ മോക്ക് വേണോ? രണ്ട് കൈ കൊണ്ട് വാങ്ങിക്കോ. ഹാപ്പി ആയോ? ഹാപ്പി ആയെന്ന് പറ. ഓക്കെ. അപ്പൊ എൻജോയ് ചെയ്യാം എല്ലാവരും. ബൈ. താങ്ക് യു. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും focus123@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് എഴുതി അറിയിക്കുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Nila Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്.